നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറും റാഫീഞ്ഞയും ബ്രസീലിന് ഏറെ പ്രധാനപ്പെട്ടവരാണ്. കോച്ച് കാർലോ അഞ്ചലോട്ടി പറയുകയാണ്, ഇന്നും ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട്. ഇന്നെന്ന് നമ്മൾ പറയുമ്പോഴും സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെയാണ് കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കോച്ച് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതെടുത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ബ്രസീലിയൻ നാഷണൽ ടീമിന് വിനി ജൂനിയർ, റാഫീഞ്ഞ ഇങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുണ്ട്. നമ്മൾ അവരെ ഏറ്റവും മികച്ച രൂപത്തിൽ ബ്രസീലിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അവരുടെ ക്ലബ്ബിൽ എങ്ങനെ കളിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒക്കെ വളരെ മികച്ചതാണ്. വേൾഡ് കപ്പിൽ മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ടാകും എന്നാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ബ്രസീൽ വേൾഡ് കപ്പിന് പ്രാഗ്മാറ്റിക്കലി റെഡിയാണ്. ബ്രസീൽ വേൾഡ് കപ്പ് വിജയിച്ചത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫാൻറ്റാസ്റ്റിക് കോമ്പിനേഷൻ, ടാലൻറ്റും ഡിഫെൻസീവ് സ്ട്രെങ്ത്തും വെച്ചപ്പോഴാണ് ബ്രസീൽ വേൾഡ് കപ്പ് വിജയിച്ചിട്ടുള്ളത്. ഹിസ്റ്ററി വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. വേൾഡ് കപ്പ് വിജയിക്കണമെങ്കിൽ ബ്രസീലിന് ടാലൻറ്റ് വേണം, അത് നമുക്കിവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ട്രോങ് ഡിഫെൻസും ഉണ്ടാവണം. അപ്പോൾ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ ഇപ്പം ഒഫൻസീവ് പ്ലേ മാത്രം മതി എന്നുള്ളതിൽ കൺവിൻസ്ഡ് അല്ല, മികച്ച ഡിഫൻസും നമുക്കുണ്ടാവണം എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അതായത് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, ബ്രസീൽ വേൾഡ് കപ്പ് ജയിച്ചപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം, ടാലൻറ്റഡ് പ്ലേയേഴ്സ് ടീമിലുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മികച്ച ഡിഫൻസും ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. ഒഫൻസീവായിട്ട് മികവ് കാണിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ അതിനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മികച്ച ടാലൻറ്റ് ബ്രസീൽ ടീമിലുണ്ട്. റാഫീഞ്ഞ, വിനി എന്നിവരൊക്കെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിലുള്ളവരാണ്. മികച്ച ഡിഫൻസ് കൂടി വാർത്തെടുത്തിട്ട് ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.